ദേശീയ ദിനാഘോഷത്തിന് മുന്നോടിയായി UAE 6170 തടവുകാരെ മോചിപ്പിക്കും. UAE പ്രസിഡന്റും വിവിധ എമിറേറ്റുകളുടെ ഭരണാധികാരികളുമാണ് തടവുകാരുടെ മോചനം പ്രഖ്യാപിച്ചത്. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ എമിറേറ്റുകൾ പാർക്കിംഗ് ഫീസ്, ട്രാഫിക് ഫൈൻ എന്നിവയിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ, ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് പതിവ് പോലെ തന്നെ ഇത്തവണയും തടവുകാരെ മോചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ട്രാഫിക് പിഴകളിലും പാർക്കിംഗ് ഫീസിലും ഒക്കെ വലിയ ഇളവ് വരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആഘോഷ പരിപാടികൾ, എങ്ങനെയൊക്കെയാണ്? ധന്യ, ഏറ്റവും കൂടുതൽ തടവുകാരെ മോചിപ്പിക്കുന്നത് UAE പ്രസിഡന്റാണ്. പ്രത്യേകിച്ച് അബുദാബി ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം 2937 തടവുകാരെ മോചിപ്പിക്കാനാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഉത്തരവിട്ടിരിക്കുന്നത്. രണ്ടാമത് ദുബൈയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തടവുകാർ മോചിതരാകുന്നത്. 2025 പേരെ മോചിപ്പിക്കാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിൽ അബുദാബിയിൽ നിന്ന് മോചിതരാകുന്ന തടവുകാരുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അബുദാബി പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. ഷാർജ 366 തടവുകാരെ മോചിപ്പിക്കാൻ തീരുമാനിച്ചതായി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉത്തരവിട്ടതായി അറിയിച്ചിട്ടുണ്ട്. അജ്മാനിൽ നിന്ന് മോചിതരാകുന്നത് 225 തടവുകാരാണ്. ഷെയ്ഖ് ഹുമദ് ബിൻ റാഷിദ് അൽ നുഐമിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. റാസൽ ഹൈമ 854 തടവുകാരെ ഈ ദേശീയ ദിനത്തിന്റെ ഭാഗമായി മോചിപ്പിക്കും. ഷെയ്ഖ് സൗദ് ബിൻ സഖർ അൽ ഖാസിമിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടിരിക്കുന്നത്. ഫുജേറയിൽ നിന്ന് 129 തടവുകാരെ മോചിപ്പിക്കാൻ ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഹിയും ഉത്തരവിട്ടിട്ടുണ്ട്. മറ്റ് ആനുകൂല്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ദുബൈയിൽ ഡിസംബർ 1-2 തീയതികളിൽ ട്രാഫിക് പബ്ലിക് പാർക്കിംഗ് ഫീസ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ബഹുനില പാർക്കിംഗ് ഒഴികെയുള്ള, അതേപോലെ 24 മണിക്കൂറും പാർക്കിംഗ് ബാധകമായ സ്ഥലത്ത് അല്ലാതെ മറ്റിടങ്ങളിലെല്ലാം ഈ 2 ദിവസവും പാർക്കിംഗ് സൗജന്യമാണ് എന്ന് RTA അറിയിച്ചിട്ടുണ്ട്. തൊട്ട് മുമ്പ് കടന്നു വരുന്ന ഞായറാഴ്ചയും പാർക്കിംഗ് അവധിയായതിനാൽ തുടർച്ചയായി 3 ദിവസം പാർക്കിംഗ് ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ ഷാർജ ട്രാഫിക് ഫൈനുകൾ അടയ്ക്കുന്നവർക്ക് അതോടൊപ്പം ബ്ലാക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. നേരത്തെ ട്രാഫിക് പിഴകൾ അടയ്ക്കുന്നവർക്ക് 35% ഇളവ് ഷാർജ പ്രഖ്യാപിച്ചിരുന്നു. ആ ഇളവ് തുടരുകയും ചെയ്യും. അതേപോലെ ഉമ്മുൽ ഖുവൈൻ എമിറേറ്റ് ട്രാഫിക് പിഴകൾ അടയ്ക്കുന്നവർക്ക്, അതായത് ഡിസംബർ 1-നും ഡിസംബർ 9-നും ഇടയിൽ ട്രാഫിക് പിഴകൾ അടയ്ക്കുന്നവർക്ക് 40% ഈ പിഴയിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇളവുകളും അതേപോലെ തന്നെ ഈ പൊതുഗതാഗത സംവിധാനം കൂടുതൽ സമയം ഈ ആഘോഷ ദിവസങ്ങളിൽ പ്രവർത്തിപ്പിക്കുമെന്ന പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടുണ്ട്. ധന്യ. ശരി ഷിനോജ്. ഗസവാർത്ത. ഗസയിലും അഗ്നിവിഷ്ണ വെസ്റ്റ് ബാങ്കിലും ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ജനീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 3 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. സൈന്യത്തിന് നേരെ ശക്തി സംഭരിക്കുന്ന ഫലസ്തീൻ പോരാളികളെ അമർച്ച ചെയ്യാനാണ് സൈനിക നടപടിയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാസ്റ്റ് പറഞ്ഞു. ഗസയിൽ ഇപ്പോഴും വംശഹത്യ അവസാനിച്ചിട്ടില്ലെന്ന് ആംനസ്റ്റി മേധാവി അഭിപ്രായപ്പെട്ടു. റഫ തുരങ്കത്തിൽ കഴിയുന്ന മുഴുവൻ പോരാളികളെയും മോചിപ്പിക്കണമെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. 32,000 ഫലസ്തീനികൾ വെസ്റ്റ് ബാങ്കിൽ അഭയാർത്ഥികളായി മാറിയെന്ന് UN അറിയിച്ചു. MCA നാസർ ചേരുന്നുണ്ട്. MCA, വെസ്റ്റ് ബാങ്കിലും കുരുതി തുടരുകയാണ്. ആയിരങ്ങൾ അഭയാർത്ഥികളായെന്ന് UN പറയുന്നുണ്ട്. 32,000 പേരാണ് അഭയാർത്ഥികളായി മാറിയതെന്ന് UN പറയുന്നു. ഒപ്പം തന്നെ എങ്ങനെയാണ് കെയ്റോയിലെ ചർച്ചകൾ നടക്കുന്നത്? ഹമാസിന്റെ ചില ആവശ്യങ്ങളുണ്ട്. വിശദാംശങ്ങൾ. MCയിലേക്ക് വരാം. വംശഹത്യ തുടരുകയാണ് ഇസ്രായേൽ. ഇന്നും 3 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയുന്നത്. ഗസയിൽ ഇപ്പോഴും വംശഹത്യ അവസാനിച്ചിട്ടില്ലെന്ന് ആംനസ്റ്റി മേധാവിയും അഭിപ്രായപ്പെട്ടു. ഒപ്പം ഇപ്പോഴും
MCAയിലേക്ക് MCA ഇന്നത്തെ വിവരങ്ങൾ. ഇതിന് വലിയ രൂക്ഷമായിട്ടുള്ള ഒരു സംഘർഷ സാഹചര്യമാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം സൈനികമായിട്ടുള്ള വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള പദ്ധതികളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഗസയിൽ മാത്രം പരിമിതപ്പെട്ടിരുന്ന ആക്രമണ പരമ്പരകൾ വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി ദീർഘിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സിറിയയിലെ ഗൊലാൻ കുന്നുകളിലേക്ക് ആക്രമണം നടക്കുന്നു, പിന്നെ ലെബനാനിലേക്ക് ആക്രമണം നടക്കുന്നു. അപ്പം കൂടുതൽ വ്യാപ്തിയുള്ള ആക്രമണ പദ്ധതികളിലേക്ക് തന്നെയാണ് ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ വിഭാഗത്തിന്റെ യോഗം ചേർന്നിരുന്നു. ആ യോഗ തീരുമാനവും വളരെ ശക്തമായിട്ടുള്ള ചില പദ്ധതികൾ ഇസ്രായേൽ ആവിഷ്കരിച്ചതിന്റെ തെളിവായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഗസയിലും വെസ്റ്റ് ബാങ്കിലും വലിയ തോതിലുള്ള ഈ ആക്രമണ പദ്ധതികൾ നടക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം 32,000-ഓളം പേർ അഭയാർത്ഥികളായിട്ട് വെസ്റ്റ് ബാങ്കിൽ മാത്രം ഈ പുതിയ സാഹചര്യത്തിൽ മാറിയെന്നാണ് UN-ന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഗസയിൽ നിന്ന് പോലും പലസ്തീനികളെ പുറന്തള്ളാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഈ സൈനിക നടപടികളെന്ന വിമർശനമാണ് ഉയരുന്നത്. ഹമാസും ഇക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി വേണമെന്ന് ഹമാസ് വൻശക്തി രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു. അല്പം മുമ്പ് ഈ ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി ഉൾപ്പെടെയുള്ള 4 രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന ഈ ആക്രമണ പദ്ധതികളിൽ നിന്ന് ഇസ്രായേൽ അടിയന്തരമായിട്ട് പിന്മാറണം. അതോടൊപ്പം തന്നെ ജൂത കുടിയേറ്റക്കാരെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ പലസ്തീനികൾക്കെതിരെയുള്ള അവരുടെ ആക്രമണ പദ്ധതികൾ ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല എന്ന വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് ഈ 4 രാജ്യങ്ങൾ ചേർന്ന് അല്പം മുമ്പ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നത്. പക്ഷേ ജനീൻ ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ ജെറൂസലേം ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുന്നതിന്റെ റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനമായിട്ട് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ലഭ്യമാകുന്നത്. ശരി, MCA. ഗസയിൽ പുതിയ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്ന് സൗദി അറേബ്യ. ഖാൻ യൂനിസിലെ അൽഖറാറ പ്രദേശത്താണ് ക്യാമ്പ് പ്രവർത്തിക്കുക. അവശ്യ വസ്തുക്കളുടെ ശേഖരവും അടിയന്തര ചികിത്സാ സൗകര്യങ്ങളും സജ്ജീകരിച്ചുകൊണ്ടാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്കുള്ള സഹായം തുടർന്ന് സൗദി അറേബ്യ. ഇതിന്റെ ഭാഗമായി ഗസയിൽ പുതിയ ദുരിതാശ്വാസ ക്യാമ്പിന് സൗദി തുടക്കം കുറിച്ചു. സൗദി കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്ററാണ് ക്യാമ്പ് ആരംഭിച്ചത്. ഖാൻ യൂനിസ് ഗവർണറേറ്റിന് വടക്കുള്ള അൽഖറാറ പ്രദേശത്താണ് ക്യാമ്പ് പ്രവർത്തിക്കുക. വീടും കുടുംബവും നഷ്ടപ്പെട്ട ഡസൻ കണക്കിന് പേർക്ക് ക്യാമ്പ് ആശ്വാസമാകുകയാണ്. ക്യാമ്പിൽ അടിസ്ഥാന അവശ്യ സാധനങ്ങളും സേവനങ്ങളും പൂർണ്ണമായും സജ്ജമാക്കിയിട്ടുണ്ട്. ഗസയിൽ തണുപ്പ് വർദ്ധിച്ചതോടെ കൂടുതൽ ദുരിതപൂർണമായ അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ ഘട്ടത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കേണ്ട ആവശ്യകത വർദ്ധിച്ചതിനാലാണ് നടപടിയെന്ന് കിങ് സൽമാൻ റിലീഫ് സെന്റർ വ്യക്തമാക്കി. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് സൗദിയിലെ റിയാദ് മെട്രോ. നിലവിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവർ ഇല്ലാ മെട്രോ എന്ന നേട്ടത്തിനാണ് അംഗീകാരം. 176 കിലോമീറ്ററാണ് ആകെ നീളം. വിവരങ്ങളുമായി റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരി ചേരുന്നുണ്ട്. മിഷാൽ, വലിയ നേട്ടമാണ് മെട്രോയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് മെട്രോയുടെ പ്രത്യേകതകൾ? എങ്ങനെയാണ് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവർലെസ് മെട്രോ നെറ്റ്വർക്കാണ് സൗദിയിലെ റിയാദ് മെട്രോ. നിലവിൽ ഏറ്റവും നീളം കൂടിയ ഡ്രൈവറില്ല മെട്രോ നെറ്റ്വർക്ക് എന്ന നിലയിലാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 176 കിലോമീറ്ററാണ് റിയാദ് മെട്രോയുടെ നെറ്റ്വർക്കിന്റെ നീളം പറയുന്നത്. അതിൽ 85 സ്റ്റേഷനുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. 6 പ്രധാന ലൈനുകളായിട്ടാണ് ഈ സ്റ്റേഷനുകളും സേവനവും ഭാഗീകരിച്ചിരിക്കുന്നത്. ബ്ലൂ, റെഡ്, ഗ്രീൻ തുടങ്ങിയ യെല്ലോ, പർപ്പിൾ തുടങ്ങിയ 6 ലൈനുകളിലായിട്ടാണ് സേവനം നൽകുന്നത്. ഈ ലൈനുകൾ ഈ സൗദിയുമായി ബന്ധപ്പെട്ട പ്രധാന സ്കൂളുകൾ, ആശുപത്രികൾ, അത്തരത്തിലുള്ള വിമാനത്താവളം, ബസ് സ്റ്റേഷനുകൾ തുടങ്ങിയ പ്രധാന പ്രദേശങ്ങളെയും പ്രധാന സ്ഥാപനങ്ങളെയും ലിങ്ക് ചെയ്തുകൊണ്ടാണ് മെട്രോ സേവനം നൽകുന്നത്. ബസ്സുകളിൽ ഉപയോഗിക്കുന്ന ദർബ് കാർഡ് ഉപയോഗിച്ചാണ് മെട്രോകളിൽ നമുക്ക് യാത്ര സാധ്യമാവുക. ഇത് റീചാർജ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കാർഡുകളാണ്.
അതല്ലെങ്കിൽ നേരിട്ട് മെട്രോ സ്റ്റേഷനുകളിലും നമുക്ക് ഓരോ യാത്രക്കായി പ്രത്യേകമുള്ള ടിക്കറ്റുകളും ലഭ്യമാകും. 2 മണിക്കൂർ യാത്രക്ക് 4 റിയാൽ മാത്രമാണ് ചെലവഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയ ചെലവിലും ഏറ്റവും സൗകര്യപ്രദമായും വേഗത്തിലും ലഭിക്കുന്ന ഒരു സേവനമാണ് നിലവിൽ മെട്രോ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഏറെ ജനകീയമാവുകയാണ് റിയാദ് മെട്രോ. സൗദിയിൽ സ്കൂളുകൾക്ക് വിന്റർ അവധിയായതോടെ മദീനയിൽ സന്ദർശകരുടെ തിരക്കേറി. കൂടുതൽ ആഭ്യന്തര തീർത്ഥാടകർ കൂടി എത്തിയതോടെ ഹോട്ടലുകളുടെ നിരക്കും കുതിച്ചുയർന്നിട്ടുണ്ട്. തീർത്ഥാടകർക്കുള്ള താമസ സൗകര്യം 93% വർദ്ധിച്ചതായി മന്ത്രാലയം അറിയിച്ചു. ശരത്കാല സ്കൂൾ അവധിയോടനുബന്ധിച്ചാണ് ആഭ്യന്തര വിദേശ തീർത്ഥാടകർ മദീനയിലേക്ക് ഒഴുകിയെത്തുന്നത്. കൂടുതൽ സന്ദർശകർ എത്തിയതോടെ ഹോട്ടലുകളുടെയും താമസ കെട്ടിടങ്ങളുടെയും നിരക്കും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ടൂറിസം മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹറമിനു ചുറ്റുമുള്ള മർക്കസിയ ഏരിയയിൽ ശരാശരി ദിവസം വാടക 400-നും 500 റിയാലിനും ഇടയ്ക്കാണ് നിരക്ക്. മദീനയിലെ ഹോട്ടലുകളുടെ എണ്ണത്തിലുള്ള വളർച്ചാ നിരക്കും വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. ലൈസൻസ് ഉള്ള ഹോട്ടലുകളുടെയും താമസ കേന്ദ്രങ്ങളുടെയും എണ്ണം 230-ൽ നിന്ന് 480 ഉയർന്നു. 93% വളർച്ചയാണ് നേടിയത്. 2025 ആദ്യ പകുതിയിൽ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഹോട്ടൽ ഒക്യുപ്പൻസി നിരക്കായ 74% മദീന നേടിയിരുന്നു. സന്ദർശകരുടെ എണ്ണത്തിലും താമസ ദിവസങ്ങളുടെ ശരാശരിയിലുമുണ്ടായ വർധനവാണ് നേട്ടത്തിന് പിന്നിൽ. വിഷൻ 2030 ഭാഗമായി 3 കോടി തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയാകുന്നത്. സാബിൽ സലീം, മീഡിയ 1, ജിദ്ദ. 2030 ആകുമ്പോഴേക്കും സൗദി ഭക്ഷ്യസേവന വിപണി ഏകദേശം $4,467 കോടി വളരുമെന്ന് ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സിലെ നാഷണൽ ഫ്രാഞ്ചൈസി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഖാലിദ് അൽ ഗാംദി. 8.2% വാർഷിക വളർച്ചാ നിരക്കുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷം പ്രാദേശിക വിപണിയുടെ വലിപ്പം ഏകദേശം $3,012 കോടി ആയാണ് കണക്കാക്കപ്പെടുന്നതെന്ന് അൽ ഗാംദി ചൂണ്ടിക്കാട്ടി. സൗദിയിലെ ഔദ്യോഗിക വ്യോമയാന ക്ലബായ സൗദി ഏവിയേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ പുതിയ എയർപോർട്ടുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമായി. വിനോദം, പഠനം, പരിശീലനം തുടങ്ങിയവയ്ക്കായിരിക്കും വിമാനത്താവളങ്ങൾ ഉപയോഗിക്കുക. നിലവിൽ റിയാദ്, അൽറാസ്, മദീന എന്നിവിടങ്ങളിൽ ക്ലബിന്റേതായ വിമാനത്താവളങ്ങളുണ്ട്. വ്യോമയാന മേഖലയിലെ വിവിധ പ്രവൃത്തികൾ ഏകോപിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ക്ലബ്ബാണ് സൗദി ഏവിയേഷൻ ക്ലബ്. പൈലറ്റ് പരിശീലന കോഴ്സുകൾ, വിമാന പരിപാലന സേവനങ്ങൾ, എയർ ഷോ, എയർ റേസ്, ഫ്ലൈയിംഗ് ഇവന്റുകൾ, മൈക്രോലൈറ്റ്, പാരാഗ്ലൈഡിംഗ്, ഗ്ലൈഡർ, മോഡൽ എയർക്രാഫ്റ്റ്, വിമാനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം തുടങ്ങിയവയാണ് ക്ലബിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ഇത്തരം പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ചെറിയ വിമാനത്താവളങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി. നിലവിൽ റിയാദ്, അൽറാസ്, മദീന എന്നിവിടങ്ങളിൽ ക്ലബിന്റേതായ വിമാനത്താവളങ്ങളുണ്ട്. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷന്റെ അംഗീകാരത്തോടെയാണ് പ്രവർത്തനം. ക്ലബിന്റെ 25ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തനം വിപുലീകരിക്കുന്നത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിലെ പൊതു സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ അക്കാദമിക് ബിരുദങ്ങളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും സമഗ്ര പരിശോധന ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നതിനായി നിയോഗിച്ച ക്യാബിനറ്റ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് നടപടികളുടെ പുരോഗതി വിലയിരുത്തി. ക്രെഡൻഷ്യൽ അവലോകനങ്ങൾ രാജ്യവ്യാപകമായി വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് ഉപപ്രധാനമന്ത്രിയും ക്യാബിനറ്റ് കാര്യമന്ത്രിയുമായ ഷരീദ അൽ മാഷജി നിർദ്ദേശിച്ചു. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന വിദേശികൾക്കായി ഇ വിസ ലഭ്യമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി വ്യാജ വെബ്സൈറ്റുകൾ പ്രവർത്തിക്കുന്നതായി കുവൈറ്റിലെ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. അപേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതോടൊപ്പം ചില സൈറ്റുകൾ സാമ്പത്തിക തട്ടിപ്പുകൾക്കും വ്യക്തിവിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനും ഉപയോഗിക്കപ്പെടുന്നതായും എംബസി അറിയിച്ചു. UAE ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദുബായിലെ ഇടത് കൂട്ടായ്മയായ ഓർമ്മ സംഘടിപ്പിക്കുന്ന കേരളോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 2 ദിവസം നീളുന്ന പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ, ചീഫ് സെക്രട്ടറി A. ജയതിലക്, നോർക്ക വൈസ് ചെയർമാൻ MA യൂസഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദുബായ് അമിറ്റി സ്കൂൾ ഗ്രൗണ്ടിലാണ് 2 ദിവസം നീളുന്ന കേരളോത്സവം അരങ്ങേറുക. ഡിസംബർ 1, 2 തീയതികളിൽ വൈകുന്നേരം 4 മുതലാണ് പരിപാടികൾ. 1 ലക്ഷത്തോളം പേരെയാണ് ഇത്തവണ മേളയിൽ പ്രതീക്ഷിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഡിസംബർ 1 വൈകുന്നേരം 6:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഗായകൻ വിധു പ്രതാപ്, രമ്യ നമ്പീശൻ, മസാല കോഫി ബാൻഡ് എന്നിവർ സംഗീത നിശ ഒരുക്കും. 500 പേർ അണിനിരക്കുന്നതാണ് ഇത്തവണത്തെ മെഗാ തിരുവാതിര.
3 തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 11:30 വരെ ഈ പരിപാടി ഉണ്ടായിരിക്കും. സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ പറഞ്ഞതിന് ശേഷവും നമ്മുടെ ആളുകൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ 2 സ്റ്റേജ് നമുക്കുണ്ട്. ഒപ്പം നമുക്ക് ഗ്രൗണ്ടിൽ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ തിരുവാതിര നടത്തുന്ന വെച്ചാൽ 500ഓളം വരുന്ന ആളുകൾ ഏതാണ്ട് 3:30 ഗ്രൗണ്ടിനകത്ത് ആദ്യ ദിവസം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സംവിധാനം കഴിഞ്ഞ വർഷം 300 ഉണ്ടായിരുന്നു. ഈ വർഷം അത് 500 കടന്നിട്ടുണ്ട് തിരുവാതിരയുടെ ആളുകളുടെ എണ്ണം. നാട്ടിലെ ഉത്സവം പോലെ നിരവധി സ്റ്റാളുകളും ആനച്ചമയം, കുടമാറ്റം, തെരുവ് നാടകം, ഒപ്പന, സൈക്കിൾ യജ്ഞം തുടങ്ങി വിവിധ പരിപാടികളോടെയാണ് കേരളോത്സവം ഒരുക്കുന്നത്. മുഖ്യമന്ത്രി നടത്തുന്ന ഗൾഫ് പര്യടനത്തിന്റെ സമാപനം കുറിക്കുന്ന പൊതുപരിപാടിയും ഇതായിരിക്കും. സംഘാടക സമിതി അംഗങ്ങളായ ഷിജു ബഷീർ, നൌഫൽ പട്ടാമ്പി, അനീഷ് മണ്ണാർക്കാട് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. നവംബർ 26 ഭരണഘടനാ ദിനത്തിന്റെ ഭാഗമായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഭരണഘടനയുടെ ആമുഖം വായിച്ച് ഭരണഘടനാ തത്വങ്ങളോടും ജനാധിപത്യ മൂല്യങ്ങളോടുമുള്ള പ്രതിബദ്ധത ഉദ്യോഗസ്ഥരും ജീവനക്കാരും പുതുക്കി. ഇന്ത്യൻ അംബാസഡർ പരിമിത തൃപ്തിയുടെ നേതൃത്വത്തിൽ എംബസി ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. കുവൈത്തിലെ സഹകരണ സംഘങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുള്ള യാതൊരു പദ്ധതിയും നിലവിലില്ലെന്ന് സാമൂഹ്യകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് സഹകരണകാര്യ ഡയറക്ടർ ജനറൽ അധാരി അൽ മത്രൂഖ് പറഞ്ഞു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യത്തെ സഹകരണ സംഘങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നുവെന്നും ഈ മേഖലയിൽ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണ തുടരുമെന്നും അൽ മത്രൂഖ് വ്യക്തമാക്കി. ഔദ്യോഗിക സന്ദർശനത്തിനായി ബഹ്റൈനിലെത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷഹബാസ് ഷെരീഫിനെ ഓർഡർ ഓഫ് ബഹ്റൈൻ വിസാം അൽ ബഹ്റൈൻ ഫസ്റ്റ് ക്ലാസ് അനുമതി നൽകി ബഹ്റൈൻ രാജാവ് ആദരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുന്നതിൽ ഷഹബാസ് ഷെരീഫ് നടത്തിയ ശ്രമങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ആദരം. രാജാവ് നൽകിയ ആതിഥേയത്വത്തിനും സ്വീകരണത്തിനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി UAEയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളുടെയും സഹോദര ബന്ധം, പരസ്പര താൽപര്യങ്ങൾ, വികസന സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. UAEയിൽ താമസക്കാർക്ക് ഇനി മുതൽ ഫെഡറൽ സർക്കാർ ഫീസുകളും പിഴകളും ടാബി എന്ന പേയ്മെന്റ് ആപ്പ് വഴി ഇൻസ്റ്റാൾമെന്റായി അടയ്ക്കാനാകും. മുൻകൂട്ടി സംബന്ധിച്ച വ്യവസ്ഥകൾ പ്രകാരം ഉപഭോക്താവ് തുക തിരിച്ചടയ്ക്കണമെന്ന് UAE ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പ് കിരീടം പോർച്ചുഗലിന് ഓസ്ട്രിയയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. അനീസിയോ കാബ്രിലാണ് വിജയ ഗോൾ നേടിയത്. മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, കിരീടം പോർച്ചുഗലിനാണ്. ഇന്നലെ നമുക്കറിയാം ആരാധകരായി പോർച്ചുഗൽ എല്ലാം അവകാശപ്പെട്ടിരുന്നതുപോലെ അതൊരു പ്രതീക്ഷിച്ചിരുന്ന കിരീടം കൂടിയായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു കളി? ദോഹയിലെ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ ഈ മത്സരം കഴിഞ്ഞതേ ഉള്ളൂ. ഏക ഗോളിന് ഓസ്ട്രിയയെ ഫൈനലിൽ പോർച്ചുഗൽ തോൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ദോഹയിൽ നിന്ന്. അത് 31-ാം മിനിറ്റിലാണ് ഓസ്ട്രിയക്കെതിരെ പോർച്ചുഗൽ ഗോൾ കണ്ടെത്തുന്നത്. സ്വന്തം ഹാഫിൽ നിന്ന് ഉയർത്തിയടിച്ച പന്ത് സ്വീകരിച്ച 11-ാം നമ്പർ താരമാണ്, അവരുടെ 11-ാം നമ്പർ താരം അനീസിയോ ആണ് അവർ ഗോൾ നേടിയത്. ഈ ഒരൊറ്റ ഗോളിനാണ് ഓസ്ട്രിയയെ പരാജയപ്പെടുത്തിയത്. ഓസ്ട്രിയയുടെ ഈ ലോകകപ്പിലെ മുന്നേറ്റം നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഗോൾ മാത്രം വഴങ്ങുകയും 17 ഗോൾ അടിച്ചുകൂട്ടുകയും ചെയ്ത ടീമായിരുന്നു ഓസ്ട്രിയ. ഈ ഓസ്ട്രിയയാണ് പോർച്ചുഗൽ കലാശ പോരാട്ടത്തിൽ കീഴ്പ്പെടുത്തുന്നത്. കലാശ പോരാട്ടത്തിൻ്റെ എല്ലാവിധ വീറും വാശിയും ഇന്നത്തെ മത്സരത്തിനുണ്ടായിരുന്നു. മത്സരത്തിൻ്റെ ആദ്യ ഒരു 10 മിനിറ്റ് തണുപ്പൻ രീതിയിലാണ് തുടങ്ങിയതെങ്കിൽ പിന്നീട് അങ്ങോട്ട് പ്രത്യാക്രമണങ്ങളുടെ നിരയായിരുന്നു. എന്നാൽ ആദ്യത്തെ ഹാഫിൽ കൃത്യമായ മേധാവിത്വം പോർച്ചുഗലിനുണ്ടായിരുന്നു. ഒരു ഹൈലൈൻ ഡിഫൻസ് വെച്ചാണ് പോർച്ചുഗൽ കളിച്ചത്. എന്നാൽ എതിർനിരയുടെ പോർച്ചുഗലിൻ്റെ ആക്രമണങ്ങളുടെ ഒരു പ്രത്യാക്രമണത്തിലൂടെ പോർച്ചുഗലിൻ്റെ ഗോൾമുഖത്തേക്ക് ആക്രമിക്കുന്ന ശൈലിയാണ് ഓസ്ട്രിയ സ്വീകരിച്ചത്. എന്നാൽ ഈ 31-ാം മിനിറ്റിൽ നേടിയ ഗോൾ 2 ടീമുകളും തമ്മിലുള്ള ഏക വ്യത്യാസമായി നിലനിന്നു. ഈ ഗോൾ വഴങ്ങിയ ശേഷം 2ാം പകുതിയിൽ ആക്രമണത്തിലേക്ക് ഓസ്ട്രിയ കളമാറ്റി പിടിച്ചു. 2ാം മിനിറ്റിൽ ഏകദേശം 70 മിനിറ്റുകൾക്ക് ശേഷം തുടർച്ചയായ ആക്രമണങ്ങൾ ഈ ലോകകപ്പിലെ ടോപ്പ് സ്കോറായിട്ടുള്ള യോഹന്നാസ് മോസറിൻ്റെയും അതുപോലെ അവരുടെ
10ാം നമ്പർ താരത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയെങ്കിലും ഒരുപാട് അറ്റാക്കുകൾ നടന്നു. ഒരു തവണ പോസ്റ്റിൽ തട്ടി പന്ത് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ആക്രമണത്തിൻ്റെ ഒരു നിര തന്നെ അവസാന ഘട്ടത്തിൽ ഓസ്ട്രിയ അഴിച്ചുവിട്ടെങ്കിലും പോർച്ചുഗൽ പ്രതിരോധം കുലുങ്ങിയില്ല. ഭാഗ്യം കൂടി പോർച്ചുഗലിൻ്റെ കൂടെ ഈ കളിയിൽ ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ പറയണം. അങ്ങനെ ഒരു ഫൈനൽ പോരിൻ്റെ ഏറ്റവും ത്രില്ലടിപ്പിക്കുന്ന നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു ഫൈനൽ പോര്. ആ ഫൈനൽ പോരിനൊടുവിൽ ഓസ്ട്രിയ കൗമാര ലോകകപ്പിൻ്റെ കിരീടത്തിൽ മുത്തമിടുന്നു എന്നുള്ളതാണ്. ഏതായാലും ഒരു മാസത്തോളം നീണ്ട ആസ്പെയർ സോണിൽ നീണ്ട പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലെ വലിയ വേദിയിലേക്ക് ഈ ലോകകപ്പിൻ്റെ ഈ കൗമാര കാൽപന്തുത്സവത്തിൻ്റെ ഫൈനൽ മേളയെത്തുന്നത്. ഈ കളി കാണാനായി ഇവിടെയുള്ള സ്റ്റേഡിയം നിറഞ്ഞ് കവിഞ്ഞ ജനക്കൂട്ടം ആരാധകരുണ്ടായിരുന്നു. ഓസ്ട്രിയക്ക് വേണ്ടിയും പോർച്ചുഗലിന് വേണ്ടിയും ആർപ്പ് വിളിക്കാൻ എത്തിയ ആയിരങ്ങൾക്ക് നടുവിലാണ് ഇന്നത്തെ ഈ ഫൈനൽ മത്സരം അരങ്ങേറിയത്. ഏതായാലും കരുത്തരായ ഓസ്ട്രിയയെ തോൽപ്പിച്ച് കരുത്തർ തന്നെയായ പോർച്ചുഗൽ ഈ അണ്ടർ 17 ലോകകപ്പിൻ്റെ കിരീടത്തിൽ മുത്തമിടുന്നു എന്നുള്ളതാണ് ധന്യ. ശരി, അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്. മൗറിത്താനിയയെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കുവൈറ്റ് ഫിഫ അറബ് കപ്പ് അവസാന 16-ൽ ഇടം നേടി. ദോഹയിലെ ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മുഹമ്മദ് ദഹ ഇരട്ട ഗോളുകൾ നേടി വിജയമുറപ്പിച്ചു. ഡിസംബർ 1 മുതൽ 18 വരെ ഖത്തറിലാണ് അറബ് കപ്പ് നടക്കുന്നത്. ഈജിപ്ത്, ജോർദാൻ, UAE എന്നിവയാണ് കുവൈറ്റിന്റെ ഗ്രൂപ്പ് എതിരാളികൾ. ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിലേക്ക് യോഗ്യത നേടി ഫലസ്തീനും. ലിബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചാണ് ഫലസ്തീൻ യോഗ്യത ഉറപ്പാക്കിയത്. ദോഹയിലെ ധാനി ബിൻ ജാസിം സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. അറബ് കപ്പിൽ ഡിസംബർ 1 ഫലസ്തീൻ ആതിഥേയരായ ഖത്തറിനെ നേരിടും. അൽബൈത്ത് സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ഫോർമുല 1 ഖത്തർ ഗ്രാൻഡ് പ്രിയോടനുബന്ധിച്ച് ദോഹ മെട്രോ ലുസൈൽ ട്രാം സർവീസുകളുടെ സമയം 3 ദിവസത്തേക്ക് ദീർഘിപ്പിച്ചു. ലുസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ കാർ റേസിംഗും മറ്റ് വിനോദ പരിപാടികൾ നടക്കുന്ന സാഹചര്യത്തിലാണ് സമയം നീട്ടിയത്. വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ പുലർച്ചെ 1:30 വരെയും ശനിയാഴ്ച രാവിലെ 5 മുതൽ പുലർച്ചെ 1:30 വരെയുമാണ് ദീർഘിപ്പിച്ച സമയം. ഞായർ രാവിലെ 5 മുതൽ പുലർച്ചെ 2:30 വരെയും മെട്രോ ട്രാം സർവീസ് ഉണ്ടാകും. റിയാദിനെ ഒരു ഓപ്പൺ ഗാലറി പോലെ മാറ്റിയ നൂർ റിയാദ് എന്ന വെളിച്ചത്തിന്റെ ഫെസ്റ്റിവൽ തുടരുന്നു. നഗരത്തിന്റെ 6 ഭാഗങ്ങളിലായാണ് ഫെസ്റ്റിവൽ പുരോഗമിക്കുന്നത്. വൈകിട്ട് 6 മുതൽ രാത്രി 1 മണി വരെ നീളുന്ന നൂർ റിയാദിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പരിപാടികളുണ്ട്. റിയാദ് ആർട്ട് പ്രോഗ്രാമിന്റെ ഭാഗമായി റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റി സംഘടിപ്പിക്കുന്നതാണ് നൂർ റിയാദ് എന്ന വെളിച്ചത്തിന്റെ ഈ ഫെസ്റ്റിവൽ. റിയാദിനെ ഒരു ആഗോള സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്. ഓരോ വർഷവും നവംബർ, ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന ഫെസ്റ്റിവൽ നഗരത്തെ ഒരു തുറന്ന ഗ്യാലറിയാക്കി മാറ്റുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50-ലധികം കലാകാരന്മാരുടെ 60-ലധികം ലൈറ്റ് ഇൻസ്റ്റലേഷനുകൾ, പ്രൊജക്ഷനുകൾ, ഇന്ററാക്റ്റീവ് ശില്പങ്ങൾ എന്നിവയാണ് ഇതിൽ പ്രധാനം. ഫെസ്റ്റിവൽ നഗരത്തിന്റെ പൊതുസ്ഥലങ്ങളെ ഉപയോഗിച്ച് സിറ്റി വിത്തൌട്ട് വാൾസ് എന്ന ആശയത്തോടെ എല്ലാവരിലേക്കും എത്തിക്കുന്നു. മുറബയിലെ ഹിസ്റ്റോറിക്കൽ സെന്റർ, വാദി ഹനീഫ, ജാക്സ് ഡിസ്ട്രിക്ട്, സലാം പാർക്ക്, വാദി നിമർ, KFD എന്നിവയാണ് പ്രധാന വേദികൾ. ഈ വർഷത്തെ പതിപ്പ് ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ എന്ന തീമോടെ റിയാദിന്റെ വേഗത്തിലുള്ള പരിവർത്തനത്തെയും പാരമ്പര്യത്തെയും ആധുനികതയെയും സമന്വയിപ്പിക്കുന്നു. ഇതുവരെയായി 4 പതിപ്പുകളിലായി 1 കോടിയോളം സന്ദർശകരെ ആകർഷിച്ചിട്ടുണ്ട് ഫെസ്റ്റിവൽ. കലാകാരന്മാരുമായുള്ള ചർച്ചകൾ, ഗൈഡഡ് ടൂറുകൾ, ക്രിയേറ്റീവ് വർക്ക്ഷോപ്പുകൾ, ലൈവ് പെർഫോമൻസുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു.
എല്ലായിടത്തേക്കും പ്രവേശനം സൗജന്യമാണ്. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള സൗജന്യ ഇവന്റുകളും ധാരാളമുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ വൺ, റിയാദ്. അംഗീകാരമില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിനെതിരെ മുന്നറിയിപ്പുമായി ഒമാൻ വാണിജ്യ മന്ത്രാലയം. അംഗീകാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതോ പ്രോത്സാഹിപ്പിക്കുന്നതോ ഒഴിവാക്കണം. ഇവ പൊതുജനാരോഗ്യത്തിനും സുരക്ഷയ്ക്കും അപകട സാധ്യതയുണ്ടാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വലിയ അളവിൽ പണവും സ്വർണവും പ്രദർശിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോയും ചിത്രങ്ങളും പോസ്റ്റ് ചെയ്ത വ്യക്തിയെ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ആന്റി ഫിനാൻഷ്യൽ ക്രൈംസ് വിഭാഗവും സൈബർ ക്രൈം വിഭാഗവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. അന്വേഷണത്തിൽ പ്രതിക്ക് മുൻകാല ക്രിമിനൽ റെക്കോർഡ് ഉണ്ടെന്ന് കണ്ടെത്തി. ബഹ്റൈനിൽ ഗോൾഡൻ വിസ ലഭിക്കാനുള്ള റിയൽ എസ്റ്റേറ്റ് നിക്ഷേപ പരിധി കുറച്ചു. രാജ്യത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ഉണർവേകാനും കൂടുതൽ വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്. ഇതുവരെ 2 ലക്ഷം ബഹ്റൈൻ ദിനാറായിരുന്നു കുറഞ്ഞ നിക്ഷേപം. ഇപ്പോൾ 1,30,000 ബഹ്റൈൻ ദിനാറായാണ് കുറച്ചത്. അനലറ്റിക്സ് മാനേജ്മെന്റ് കൺസൾട്ടൻസി 17ാം വാർഷികാഘോഷം മൂന്നാറിൽ നടന്നു. 3 ദിവസത്തെ പരിപാടിയിൽ 8 രാജ്യങ്ങളിൽ നിന്നായി 300ഓളം ജീവനക്കാർ പങ്കെടുത്തു. കലാകായിക പരിപാടികൾക്കൊപ്പം കോർപ്പറേറ്റ് സെഷനുകളും പരിശീലന ക്ലാസുകളും നടന്നു. മൂന്നാറിലെ എലിക്സർ ഹിൽസ് റിസോർട്ടിൽ നടന്ന പരിപാടിയിൽ കമ്പനിയുടെ പുതിയ വികസന പദ്ധതികളും അവതരിപ്പിച്ചു. UK സദാംപ്ടൺ വേദിക് സൊസൈറ്റി ടെമ്പിൾ ഹാളിൽ നടന്ന അയ്യപ്പ പൂജയിൽ നിരവധി പേർ പങ്കെടുത്തു. ആത്മയാണ് അയ്യപ്പ പൂജ സംഘടിപ്പിച്ചത്. ഗണപതി പൂജയോടെ തുടങ്ങിയ അയ്യപ്പ പൂജ ഭക്തർക്ക് പുതിയ ആത്മീയ അനുഭവമായി. പൂജയുടെ കാർമ്മികത്വം ശ്രീകാന്ത് നമ്പൂതിരി നിർവഹിച്ചു. ആത്മയുടെ പ്രസിഡന്റ് മിനി സെക്രട്ടറി സ്മിത, കിരൺ, സന്തോഷ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇറാനിൽ നടക്കുന്ന 43ാമത് ഫർ ഫിലിം ഫെസ്റ്റിവലിൽ മലയാള ചിത്രം അപ്പുറവും പ്രദർശിപ്പിക്കും. ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത ഈ ചിത്രം 29ാമത് IFFKയിൽ വലിയ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഫജർ ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനെത്തുന്ന 2 ചിത്രങ്ങളിൽ ഒന്നാണ് അപ്പുറവും. ഇറാനിയൻ സാംസ്കാരിക മന്ത്രാലയമാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായ ഫജർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. അലയിലെ മിറാക്കിൾ ക്ലബ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ സ്പോർട്ടിംഗ് അബുദാബിക്ക് കിരീടം. അലൈൻ ഫാം റണ്ണേഴ്സപ്പായി 16 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത്. അഷ്ഫൽ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഗോൾ കീപ്പർക്കുള്ള അവാർഡിന് ഫയാസ് അർഹനായി. ഇന്ത്യൻ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് റസൽ മുഹമ്മദ് സാലി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഹൈദർ സലാം, അർഷാദ് തുടങ്ങിയവർ ട്രോഫികൾ വിതരണം ചെയ്തു. റിയാദിൽ സംഘടിപ്പിച്ച അദ്നാൻ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. 3 കാറ്റഗറികളിലായിരുന്നു മത്സരം. നിരവധി പേർ അസസിയയിൽ നടന്ന മത്സരം കാണാനെത്തി. തലശ്ശേരി മണ്ഡലം വെൽഫെയർ അസോസിയേഷൻ റിയാദിൽ സംഘടിപ്പിച്ച അദ്നാൻ ഫുട്ബോൾ ടൂർണമെന്റിന്റെ 8ാം എഡിഷനായിരുന്നു ഇത്. അസീസിയയിലെ അസിസ്റ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങളിൽ സീനിയർ, അണ്ടർ 16, അണ്ടർ 11 വിഭാഗങ്ങളിലായി മുതിർന്നവരും കുട്ടികളും സംബന്ധിച്ചു. സീനിയർ വിഭാഗത്തിൽ 1-3 ഗോളിന് അത്ലറ്റിക്കോ ഡി ജേതാക്കളായി. നാരങ്ങാപ്പുറം FCയെയാണ് തോൽപ്പിച്ചത്. അണ്ടർ 16 വിഭാഗത്തിൽ വൈറ്റ് ടൈഗേഴ്സ് ടീമാണ് ജേതാക്കളായത്. ഫൈനലിൽ ഗ്രീൻ ലാൻഡണിനെയാണ് തോൽപ്പിച്ചത്. അണ്ടർ 11 വിഭാഗത്തിൽ BVB കിഡ്സ് ടീമിനാണ് ജയം. പ്രസിഡന്റ് തൻവീർ ഹാഷിം, സെക്രട്ടറി ഷമീർ ടിറ്റി എന്നിവർ സമ്മാനങ്ങൾ കൈമാറി. മുഹമ്മദ് നജാഫ്, ഫുആദ് കണ്ണമ്പത്ത്, നൌഷാദ്, മജീദ്, ഷെഫീഖ് എന്നിവർ സംബന്ധിച്ചു. മീഡിയ വൺ, റിയാദ്. കേരള എക്സ്പേർട്സ് ഫുട്ബോൾ അസോസിയേഷൻ ദുബൈയിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ചാമ്പ്യൻസ് ലീഗിൽ അബ്രിക്കോ ഫ്രൈറ്റ് FC ജേതാക്കളായി. ഹസ്റ്റേഴ്സ് FCയെ 1-3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. മികച്ച കളിക്കാരനായി അൻസിലിനെയും ഡിഫൻഡർ അതുലിനെയും തെരഞ്ഞെടുത്തു. ഷാനുവാണ് മികച്ച ഗോൾ കീപ്പർ. ജിൻഷാദ് ടോപ്പ് സ്കോററായി. മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ലോക്കബൈറ്റ് ബേക്കറിയാണ് ജേതാക്കൾ. സമ്മാനദാന ചടങ്ങിൽ പോസിറ്റീവ് സ്പിരിറ്റ് ഹെഡ് ഫാത്തിമ അഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. കെഫ ഭാരവാഹികളായ ജാഫർ ഒറവങ്കര, ആദം അലി, ബൈജു ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു. നിയമവിരുദ്ധമായി ഒമാനിലേക്ക് കടക്കാൻ ശ്രമിച്ച 13 പേർ ഗസബിൽ അറസ്റ്റിലായി. ബോട്ടുകളിൽ ഒമാനിലേക്ക് കടക്കാൻ ശ്രമിച്ച ഏഷ്യൻ പൗരന്മാരാണ് പിടിയിലായത്. മുസന്ദ ഗവർണറേറ്റ് പോലീസ് കമാൻഡിന്റെ കോസ്റ്റ് ഗാർഡാണ് ഗസബ് തീരത്ത് നിന്ന് ഇവരെ പിടികൂടിയത്. പ്രതികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു.
അബുദാബി മാർത്തോമ ഇടവകയുടെ കൊയ്ത്തുത്സവം ഈ മാസം 30-ന് മുസഫ മാർത്തോമ പള്ളിയിൽ നടക്കും. 50-ൽ പരം സ്റ്റാളുകളിലായി കേരളത്തിന്റെ രുചി വൈവിധ്യം വിളിച്ചറിയിക്കുന്ന വിഭവങ്ങൾ ഒരുക്കും. ആദ്യഫല സമർപ്പണത്തിന് ശേഷം വിളവെടുപ്പ് ഉത്സവത്തിന് തുടക്കം കുറിക്കും. വൈകിട്ട് വിളംബര ഘോഷയാത്ര നടക്കും. വികാരി റവനൻ ജിജോ സി ഡാനിയേൽ അധ്യക്ഷത വഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരുന്ന മലയാളി സൗദിയിലെ ജുബൈലിൽ മരിച്ചു. കൊല്ലം പറവൂർ സ്വദേശി നസീം മുഹമ്മദ് കുഞ്ഞാണ് മരിച്ചത്. ജുബൈൽ ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. യുഎയിലെ കണ്ണൂർ സ്വദേശികളുടെ കൂട്ടായ്മ കണ്ണൂർ എക്സ്പാറ്റ്സ് അസോസിയേഷൻ ദുബൈയിൽ ഒത്തുചേർന്നു. റിയാദ് കിൽട്ടൺ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ഷാർജയിൽ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഏകീകൃത മീഡിയ ഹബ്ബ് വരുന്നു. ഷാർജ മീഡിയ സിറ്റിക്ക് കീഴിലായിരിക്കും പുതിയ സംവിധാനങ്ങൾ. ഷാർജ മീഡിയ കൌൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ സംയോജിപ്പിക്കുന്നതാണ് മീഡിയ ഹബ്ബ്. ഖത്തറിലെ ശാന്തി നികേതൻ ഇന്ത്യൻ സ്കൂളിൽ ആഘോഷം. SIS കാർണിവൽ നാളെയാണ്. വൈകിട്ട് 3 മുതൽ രാത്രി 9 വരെ സ്കൂൾ ക്യാമ്പസിലാണ് ആഘോഷ പരിപാടി. കുവൈത്തിൽ ശൈത്യകാല ക്യാമ്പിംഗ് സീസൺ ആരംഭിച്ചതോടെ ജാഗ്രതാ നിർദ്ദേശവുമായി ഫയർഫോഴ്സ്. ക്യാമ്പ് സൈറ്റുകൾ തെരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. ഉയർന്ന വോൾട്ടേജുള്ള വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ ക്യാമ്പിംഗ് നടത്തുന്നത് അപകടകരമെന്നും മുന്നറിയിപ്പ്. മസ്കറ്റ് KMCC കൊടുവള്ളി മണ്ഡലം കുടുംബസംഗമം നാട്ടൊരുമ 2025 സ്നേഹവിരുന്ന് നവംബർ 28-ന് നടക്കും. സി ഫാമിലി ഗാർഡൻ റിസോർട്ടിലാണ് കുടുംബസംഗമം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ബഹ്റൈൻ സിവിൽ ട്രാഫിക് പെട്രോൾ വിഭാഗം 169 മോട്ടോർ സൈക്കിളുകളും ഡെലിവറി വാഹനങ്ങളും പിടിച്ചെടുത്തു. വിവിധ ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയതിനാണ് ഇവ പിടിച്ചെടുത്തത്. അനധികൃത പാർക്കിംഗ്, ഹെൽമറ്റ് ധരിക്കാതെയുള്ള യാത്ര, ലൈൻ അച്ചടക്കം ലംഘിക്കൽ, എമർജൻസി ലൈനുകളിലൂടെയുള്ള ഡ്രൈവിംഗ്, കാൽ നടപ്പാതകൾ മുറിച്ചുകടക്കൽ, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നീ ലംഘനങ്ങളിൽ ഏർപ്പെട്ടവരെയാണ് പിടികൂടിയത്. ഗതാഗത നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിലെ പേപ്പർ മാലിന്യങ്ങളിൽ 50% മാത്രമാണ് റീസൈക്കിൾ ചെയ്യുന്നതെന്ന് ജിദ്ദയിലെ അന്താരാഷ്ട്ര പേപ്പർ പാക്കേജിംഗ് എക്സിബിഷൻ. ബാക്കിയുള്ളവ ഉയർന്ന ലാഭം നൽകുന്ന നിക്ഷേപ മേഖലയായി മാറിയേക്കാമെന്ന് 2ാമത് അന്താരാഷ്ട്ര പേപ്പർ പാക്കേജിംഗ് എക്സിബിഷനിൽ പങ്കെടുത്ത വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ലക്ഷ്യം കൈവരിച്ചാൽ ഇതിലൂടെ 76,000-ത്തിലധികം തൊഴിലവസരങ്ങൾ ലഭിക്കും. GDP-യിലേക്ക് 650 ബില്യൺ റിയാൽ കൂടിയാകുമെന്ന് വിലയിരുത്തൽ.